ജീവിതം ഒരു യാത്രയാണല്ലോ. 10ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കാനുള്ള ആഗ്രഹം. സെമിനാരിൽ പോകാൻ ആഗ്രഹമായിരുന്നു. 14 വയസ്സ് 15 വയസ്സിൻ്റെ സമയം, നേരത്തെ സ്കൂളിൽ ചേർത്ത കാലം. ആ കാലങ്ങളിൽ എല്ലാവരുടെയും ബർത്ത്ഡേ മെയ് 15 ഹെഡ് മാസ്റ്റർ ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ 6 മാസം മുമ്പേ 5 വയസ്സ് പൂർത്തിയാക്കിയൊക്കെ ചേർക്കുന്ന ഒരു കാലം. ഇന്നതെല്ലാം മാറിപ്പോയി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം വലിയൊരാഗ്രഹം, അച്ഛനായ കൊള്ളാം. പക്ഷെ അന്ന് എനിക്ക് മുഴുപ്പ് കുറവ് എന്നും പറഞ്ഞ് എല്ലാവരും ഒരു പരാതി പറയുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, പ്രീ ഡിഗ്രി കഴിയട്ടെ, +2 അത് കഴിഞ്ഞ് ഇഷ്ടമുള്ളത് തീരുമാനിക്കുക, ഇപ്പം വേണ്ട. ഇപ്പോൾ വീട്ടുകാരുടെ എല്ലാം കമ്പൽഷൻ. അങ്ങനെ വന്നപ്പോൾ ഇടുക്കി ജില്ലയിൽ അന്ന് 2 കോളേജുകളേ ഉള്ളൂ. തൊടുപുഴ ന്യൂമാൻ കോളേജും നരിയമ്പാറ ദേവസ്വം ബോർഡ് കോളേജും. ബാക്കിയെല്ലാം പാരൽ കോളേജുകളാണ്. ഇന്ന് പല കോളേജുകളുണ്ട്, അതൊക്കെ ഒരു 78-ന് ശേഷമൊക്കെ വരുന്നവയാണ്. അപ്പോൾ അവിടെ ആ നരിയമ്പാറ കോളേജിൽ ചേരാൻ തീരുമാനിച്ചു. വീട്ടുകാർ അവിടെ കൊണ്ടുചെന്ന് ചേർത്തു. ദൂര യാത്രയും പഠനവും മടുപ്പും. വലിയ തോവാള വീട്ടിൽ നിന്നും ഈ നരിയമ്പാറ കോളേജിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു 7 കിലോമീറ്റർ യാത്ര ചെയ്ത് നടന്ന് കട്ടപ്പന എത്തണം. അന്ന് മറ്റു വണ്ടികളില്ല. അവിടുന്ന് 10 പൈസ ST ടിക്കറ്റ് എടുത്ത് നരിയമ്പാറ ഇറങ്ങണം. അവിടുന്ന് പിന്നെ ഒരു 3 മൈൽ കയറി ഒരു മലയുടെ മുകളിൽ പോകണം. അവിടെയാണ് ദേവസ്വം ബോർഡ് കോളേജ്. അത് വെണ്ടയ്ക്കൽ പാസി എന്ന് പറയുന്ന ഒരു സമുദായ നേതാവ് കൊടുത്ത ഒരു സ്ഥലം, മലമുകളിലെ സ്ഥലം. അപ്പം അതിൻ്റെ പുറകിലുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. കോളേജൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പം മണ്ണിൻ്റെ വില കൂടും, നാട് വികസിക്കും, നാടിൻ്റെ വികസനം ഒക്കെ സ്വപ്നം കണ്ടാണ് ആരംഭിച്ചത്. പക്ഷേ 60കളുടെ പകുതിയിൽ ആരംഭിച്ച കോളേജ് അന്ന് മുതൽ തന്നെ സമരത്തിൻ്റെ ഒരു ഭൂമിയായി തീർന്നു. എന്നും സമരങ്ങൾ, പരിമിതമായ സൗകര്യങ്ങൾ, വളരെ നല്ല അധ്യാപകർ, ഫ്രഷ് അപ്പോയിൻമെൻ്റ് ആയിട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് ആദ്യം കിട്ടുന്ന സ്ഥലം, കുട്ടികളെ പഠിപ്പിച്ച, നന്മയിൽ വളർത്താൻ ശ്രമിച്ച നല്ല അധ്യാപകർ, താമസ സൗകര്യം പോലുമില്ല, ഉള്ള പരിമിതിയിൽ നിന്ന് അവരൊക്കെ പഠിപ്പിക്കുന്ന അന്തരീക്ഷം. അങ്ങനെ ദേവസ്വം ബോർഡ് കോളേജിൽ ചേരുന്നു. അപ്പം ആ ചേരുന്ന ആ കാലഘട്ടം 76 ജൂൺ മാസം മുതൽ മുന്നോട്ടുള്ള 2 വർഷ കാലഘട്ടമാണ്. ഇപ്പം ഞാൻ പഠിച്ച കോളേജ് സമരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ 978 ആ കോളേജ് അടച്ചു. അതിന് പകരം കട്ടപ്പന ഒരു ഗവൺമെൻറ് കോളേജ് വന്നു. അപ്പം നരിയമ്പാറത്തെ പഠിത്തം തീർന്നു. പിന്നെ എല്ലാവരുടെയും പഠനം ഗവൺമെൻറ്റിൽ പഠിക്കണമെങ്കിൽ ഈ കട്ടപ്പനത്തെ കോളേജിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠന കാലം, 2 വർഷക്കാലം എൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചു. അച്ഛനാകാൻ പോകണമെന്ന് ആഗ്രഹിച്ചതിൽ എന്നിൽ ആ ചിന്തകളെ മാറി. എങ്ങനെയോ ഒരു ലൗകിക സ്വാധീനത്തിലേക്ക് കടന്നു വന്ന 2 വർഷങ്ങൾ, ഒരു യു ടേൺ ജീവിതത്തിൽ സമ്മാനിച്ചത് ആ ഒരു കാലഘട്ടമാണ്. അപ്പം അന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞു വരുന്ന കാലമാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞുള്ള ഇലക്ഷനിൽ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ ഒരു കാലം. അപ്പോൾ ജനതാ പാർട്ടി ശക്തമായിട്ട് വളർന്നു വന്ന ഒരു കാലം. അന്ന് കട്ടപ്പനയിൽ വെച്ച് ഇടുക്കി ജില്ലാതലത്തിൽ ഒരു പ്രസംഗ മത്സരം നടന്നു. അത് അടിയന്തരാവസ്ഥയും 20 പോയിൻ്റ് എക്കണോമിക് പ്രോഗ്രാം എന്നായിരുന്നു. 20 പരിപാടി. ഞാൻ നന്നായിട്ട് ഒരുങ്ങി ആ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പം എനിക്കവിടെ ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പോൾ നല്ലതായിട്ടൊരു പ്രസംഗമായിട്ട് പറഞ്ഞതോടുകൂടി ശ്രദ്ധിച്ചു. കോൺഗ്രസ്സുകാർക്കെല്ലാം എന്നോട് അന്നൊരു താല്പര്യമായി. കോൺഗ്രസ്സിൽ അന്നത്തെ നല്ല നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. മരിച്ചുപോയ PT തോമസൊക്കെ എന്നുണ്ട്, പേരുകേട്ട EM ആഗസ്റ്റി, അങ്ങനെയുള്ള ഒരുപാട് പേര്. അവരൊക്കെ നല്ല സ്വാധീനമുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് കൂടുതൽ ആകർഷണം തോന്നിയത് കേരള കോൺഗ്രസ് ആയിരുന്നു. അതിന് വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. ഒത്തിരി ആദരവോടെ ഞാൻ കണ്ട മാണി സാറും ഒത്തിരി ആദർശശുദ്ധി ഞാൻ കണ്ട PJ ജോസഫും ഒക്കെ ഇടുക്കിയുമായി ഒരുപാട് ബന്ധപ്പെട്ടിരുന്നു. 2 ഗ്രൂപ്പുകളായിരുന്നു. ഇന്നത്തെ ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് KN ജോർജ് സാറിൻ്റെ ഗ്രൂപ്പും അദ്ദേഹം അടങ്ങുന്ന ബാലകൃഷ്ണ പിള്ളയൊക്കെ ഒരു വശം, മറുവശത്ത് ജോസഫ്, മാണി, TN ജേക്കബ് ഉള്ള മറ്റൊരു ഗ്രൂപ്പുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആകർഷണം KSC
എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ എനിക്ക് തോന്നി. ഞാൻ KSCയിൽ അംഗത്വം എടുത്തു. അപ്പം കോളേജിൽ നേതാക്കന്മാരുടെ കൂടെ ഞാനും പ്രവർത്തിച്ചു തുടങ്ങി. അന്ന് പേര് കേട്ട 2 നേതാക്കന്മാരുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. ഒന്നൊരു VA ഉലഹന്നാൻ, പിന്നെ ഒരു ജോണി പൂമറ്റം. VA ഉലഹന്നാൻ എന്ന കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. KSC സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പം ഉലഹന്നാനൊക്കെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള പാസം ഉണ്ടായിരുന്നു. അത്രയും ശോഭിച്ചിരുന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇടപെടലുകളുടെ ഒരു വശ്യതയും ഹൃദ്യമായ ഒരു പെരുമാറ്റ രീതിയൊക്കെ ഞാൻ മോഡലാക്കി എടുത്തത് ഉലഹന്നാനിൽ നിന്നാണ്. അപ്പം ഉലഹന്നാൻ ഒരു വലിയ റോൾ മോഡലായിട്ട് നിൽക്കുകയും പ്രസംഗം പഠിപ്പിക്കുകയും പ്രസംഗ ശൈലി പഠിപ്പിക്കുകയും അത് ആവേശത്തോടെ പറയുന്ന രീതി കാണിക്കുകയും ചെയ്തത് ഉലഹന്നാനാണ്. അപ്പം എന്നും ആദരവോടെ ഓർക്കാറുണ്ട്. ഇന്ന് ഉലഹന്നാനും സലോമിയൊക്കെ അങ്ങ് തോപ്രാങ്കുടി അടുത്ത് കിളിയാറടുത്ത് താമസിക്കുന്നു. എന്നും വലിയ സൗഹൃദത്തിലാണ് ഞങ്ങളൊക്കെ കടന്നു പോവുക. ആദ്യമായിട്ട് തിരുവനന്തപുരം കാണാൻ കൊണ്ടുപോയത് ഈ ഉലഹന്നാനാണ്. അപ്പോൾ അതിനനുഭവം. ആ കൂട്ടത്തിൽ എനിക്ക് തുല്യമായി എന്നേക്കാൾ പ്രായമുണ്ടെങ്കിലും നിന്നയാളായിരുന്നു പിന്നീട് മാണിയുടെ ജില്ലാ പ്രസിഡൻ്റായിത്തീരുന്ന ജോണി പൂമറ്റം. അപ്പോൾ ഞങ്ങൾ തമ്മിലൊക്കെ ഒരു വലിയ ഹൃദ്യമായ ഒരടുപ്പം ജോണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോണിയിൽ നിന്നാണ് സത്യസന്ധമായ രാഷ്ട്രീയത്തിൻ്റെ ശൈലി പഠിച്ചത്. 10 പൈസ മേടിക്കാത്തൊരു മനുഷ്യൻ ഹൃദ്യമായിട്ട് ജീവിച്ച നന്നായിട്ട് ഞാൻ ഒരുപാട് ഫലിതങ്ങൾ പറയും. ഒരുമിച്ച് എന്നെ ഒരുപാട് സ്വാധീനിച്ച 2 വ്യക്തിത്വങ്ങളായിരുന്നു ജോണിയും ഈ ഉലഹന്നാനും. ഇപ്പോൾ ജോണിയുടെ ഭാര്യ ലിസി, അവരുടെ കുടുംബം. പക്ഷേ അകാലത്തിൽ ജോണി മരിച്ചുപോയി. ആ മരണം ഒരുപാട് ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയൊരു പുസ്തകത്തിന് തന്നെ പേരിട്ടിരിക്കുന്നത് എൻ്റെ ആത്മമിത്രമായ ജോണി പൂമറ്റത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്നാണ്. അപ്പം അലയാനും കഷ്ടപ്പെടാനും എങ്ങനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നും ശരിക്കും പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ജോണി. അപ്പോൾ ഒത്തിരി ഓർമ്മയോടെ അദ്ദേഹത്തെ ഓർക്കുന്നു. ഇപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഞങ്ങൾക്ക് ചുമ്മാ ഒരു യാത്ര, രാഷ്ട്രീയ യാത്ര, കോട്ടയത്തു നിന്നും ബോട്ടിൽ ആലപ്പുഴയ്ക്കുള്ള ഒരു യാത്ര, ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി തിരുവനന്തപുരത്തേക്ക്, അങ്ങനെയുള്ള നീണ്ട യാത്രകളും ഒക്കെ സമ്മാനിച്ച ഒരു രാഷ്ട്രീയ ജീവിതം. അപ്പോൾ അന്ന് നേതാക്കന്മാർ കുറേ പേരുണ്ടായിരുന്നു. ഒത്തിരി പിന്നീട് രാഷ്ട്രീയത്തിൽ വളർന്നു വന്നവർ. ഇടുക്കി MLA ആയിരുന്ന മാത്യു സ്റ്റീഫൻ, കടുത്തുരുത്തി MLA PM മാത്യു, ജില്ലാ പഞ്ചായത്ത് TV അബ്രാഹം ഒക്കെ വലിയ സൗഹൃദത്തിൻ്റെ വലയത്തിലായിരുന്നു. അന്ന് രാഷ്ട്രീയത്തിൽ ഒരു വലിയ സത്യസന്ധത, സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നല്ലവരെന്ന് പറയാൻ കുറേ പേർക്ക് നമുക്ക് റോൾ മോഡലുണ്ടായിരുന്നു. ഇന്നത്രയും നമുക്ക് റോൾ മോഡലുകൾ വരുന്നില്ല. ഒരുപാട് നല്ല റോൾ മോഡലുകൾ നമുക്ക് മനുഷ്യരെക്കുറിച്ച് തന്നെ ചിലരെക്കുറിച്ച് കഷ്ടപ്പെട്ട് ഡിക്ഷണറി നോക്കിയാൽ പോലും നല്ല വാക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട്. എല്ലാ മനുഷ്യരും ഉണ്ട്. ആ 2 ടൈപ്പ് മനുഷ്യരുണ്ടല്ലോ. ഒരു കുടുംബത്തിൽ 2 പേര് ഇരട്ട ട്വിൻസാണ്. 35 വയസ്സായി. കള്ളുകൂടി, പെണ്ണുപിടി, മോശമായ ചെറ്റപ്പുളി, ഇതിലൊക്കെ ബിരുദാനന്തര ബിരുദമുള്ളവരാ 2 പേരും. അതിലൊരുത്തൻ വണ്ടി അപകടത്തിൽ മരിച്ചപ്പോൾ കൂടെയുള്ള ഇരട്ട വികാരിയച്ഛൻ്റെ അടുക്ക് കൊണ്ടുവന്ന് ഒരു 50,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, പള്ളിയുടെ ഓട് ഇളകിയിരിക്കുന്നു, ഒന്ന് റീഫിറ്റ് ചെയ്യണം, പെയിൻറ്റ് മങ്ങിപ്പോയി, ഒന്നുകൂടെ കളർഫുൾ ആക്കണം, അതിനൊരു സംഭാവന. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനെ അടക്കുമ്പോൾ അവൻ മോശക്കാരനാണ്, ചീത്തയാണെന്ന് ഒരു കാരണവശാലും പറഞ്ഞേക്കല്ല്, അവൻ നല്ലവനാണെന്ന് ഒന്ന് പറഞ്ഞു വെക്കണം. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയിട്ടും ഇവനെക്കുറിച്ച് പറയാൻ നല്ല വാക്കൊന്നുമില്ല. ഒരുപാട് പേര് ശവസംസ്കാരത്തിന് വന്നു. പ്രസംഗമായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊരെണ്ണം ഉണ്ടായിപ്പോയല്ലോ എന്ന് അമ്മ പോലും ഓർത്തിട്ടുണ്ട്. നാടിൻ്റെ ഭാരം, മനുഷ്യനത് രോഗം, ഇത്രയേ ഉള്ളൂ ജീവിതം. എത്ര ഓടിയാലും ഈ അവസാനം ഇങ്ങനെയൊക്കെ ഓരോരുത്തരും തീർന്നു പോകും. അങ്ങനെ ഓർത്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും പറയേണ്ട അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവൻ്റെ ജീവിച്ചിരിക്കുന്ന സഹോദരനോട് ഇവനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ ചിലരെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ നല്ലത് കണ്ടെത്താൻ പറ്റൂ, നന്മ പറയാനില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നന്മ കയറിപ്പോയ ഒരുപാട് പേരെയും കണ്ടിട്ടുണ്ട്, ഒതുപ്പ് നിലവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ആദരവോടെ നോക്കുന്ന ആളായിരുന്നു CPIയുടെ ചന്ദ്രശേഖരൻ നായർ. വെറുതെ ഇങ്ങനെ. അപ്പം അന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് വളരെ ഹരമായിരുന്നു പ്രസംഗം, കഥാപ്രസംഗം ഒത്തിരി ഇഷ്ടമായിരുന്നു. അന്നാണ് നെയ്യാർ ഡാമിൽ വെച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിച്ച
കേരള സാഹിത്യ ഒരു അക്കാദമി പരിശീലനം, കലാസാഹിത്യ ദൃശ്യകലാ ക്യാമ്പ് എന്നും പറഞ്ഞ് ഒരു പ്രോഗ്രാം നടത്തി. ഞങ്ങൾ ഏറെക്കുറെ 60ഓളം പേര് അതിൽ പങ്കെടുത്തുവെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വെച്ച് ജി വിവേകാനന്ദ സാറിനെ പോലുള്ള വലിയവരുടെയൊക്കെ നല്ല നല്ല ക്ലാസ്സുകൾ, സിനിമാ നടന്മാരുടെ ഇൻ്റർഫിയറൻസ്, അവരുടെ ഒരു നല്ല ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്നു, നല്ല കവികളുണ്ടായിരുന്നു, മധുസൂദൻ നായരുമൊക്കെ. അപ്പോൾ ഒത്തിരി പേരെക്കുറിച്ചുള്ള ഓർമ്മകൾ അന്ന് മനസ്സിലുണ്ട്. അത് എൻ്റെ അറിവിൻ്റെ ചക്രവാളവും കാഴ്ചപ്പാട് ചക്രവാളവും ഒത്തിരി വികസിപ്പിക്കാൻ കാരണമായി. യുക്തിചിന്തകരായ സനൽ ഇടമറുക്, ഗീത ഇടമറുക്, ഇവരെയൊക്കെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് പരിചയപ്പെടുക. ഇപ്പം ഗീത ഇപ്പോൾ സിസ്റ്ററിൽ ഇവിടെയുണ്ട്, സനൽ കേരള യുക്തിവാദ സംഘത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചിന്തകളും ചിന്താധാരകളും ചിന്തയുടെ ആ ക്ലാരിറ്റിയും പ്രിസിഷനും ഒക്കെ എൻ്റെ ജീവിതത്തിൽ, ഞാൻ യുക്തിവാദി അല്ലെങ്കിലും ഒരു ശൈലി പ്രത്യേകതകൾ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അന്ന് കഥാപ്രസംഗവും പാട്ടും പ്രസംഗവും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കാരണം സംഗീതം എനിക്കത്ര ചേർന്ന ഒന്നായിട്ട് പണ്ട് മുതലേ കരുതിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ പ്രസംഗിച്ച് സ്വരം പരുക്കനായപ്പോൾ സംഗീതം ചേരുന്നുമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ വികാരീശൻ പറഞ്ഞു, അച്ഛന്മാരെ പള്ളിയിൽ സഹായിക്കുന്ന അൾത്താര ബാലന്മാരെല്ലാം നിർബന്ധമായിട്ടും ഹാർമോണിയം പഠിക്കണം. ഇപ്പം ഞാനന്ന് 8 പഠിക്കുന്ന സമയമാണ്. മാരാരികുളം പത്മൻ സാർ എന്ന് പറയുന്ന ഒരു സാറും നത്തുകല്ല് കട്ടപ്പിനടുത്തുള്ള ഒരു മണിയാശാനും ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ നല്ല പരിശീലനം, നന്നായിട്ട് പഠിപ്പിക്കുന്ന സാറ്. ഈ പത്മനാഭൻ സാറെന്ന് പറയുന്ന ആൾ നൃത്തത്തിലും വിദഗ്ധനായിരുന്നു. ഇപ്പോൾ പെൺകുട്ടികൾ നൃത്തം പഠിപ്പിച്ചു, അവരെ പഠിപ്പിച്ചു, ഞങ്ങൾ ഈ സംഗീതവും പഠിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ വർണ്ണം വരെയുള്ള ഭാഗം 1.5 വർഷം കൊണ്ട് ഞാനും പഠിച്ചെത്തി. അപ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് എന്നാണ് പേര്. അന്ന് ഗൈഡ് ചെയ്യാൻ ഇന്നത്തെ പോലെ ടീച്ചേഴ്സില്ല. ഓരോരുത്തരും അവനവൻ്റെ കല പ്രകടിപ്പിക്കുക, കിട്ടുന്ന സമ്മാനം മേടിക്കുക, ഇല്ലെങ്കിൽ പോയി. അപ്പോൾ ഉപകരണ സംഗീതം എന്നൊരു ഐറ്റം എൻ്റെ മിനിമം അറിവിൽ ഞാൻ ഓർത്തു, ഉപകരണം വായിച്ചുകൊണ്ട് ഉറക്കെ പാടുന്നതാണ് ഉപകരണ സംഗീതം, ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക്. അന്ന് പറഞ്ഞു തരാൻ അധ്യാപകരോ അന്ന് കറക്റ്റ് ചെയ്യാൻ ആരും ഇല്ല. അത് പ്രത്യേക കാലം. അപ്പം ഞാൻ എൻ്റെ ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോൾ എന്നേക്കാൾ തൂക്കമുള്ള ഹാർമോണിയമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി. അങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ കട്ടനങ്ങ് ഉയർന്നു. ഞാൻ ഹാർമോണിയം വെച്ചുകൊണ്ട് എനിക്കറിയാവുന്ന പാട്ട് പാടി, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. വായിക്കാൻ എളുപ്പമാണ്, ഉറക്കെ പാടാനും പറ്റും. 1000 കുട്ടികൾ നീട്ടി അങ്ങ് കൂവി. മാർക്കെടുന്ന സാറ് പറഞ്ഞു, ഓക്കൻ കട്ടനിട്ടേക്കാൻ പറഞ്ഞു. കട്ടൻ വീണു. ഞാൻ കരഞ്ഞുകൊണ്ട് ഹാർമോണിയം എടുത്ത് തിരിച്ചു പോന്നു. പിന്നെ 3-4 ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു കന്യാസ്ത്രീ അമ്മ വീട്ടിൽ വന്നു. ഉപദേശത്തോട് പറഞ്ഞു, മോനെ പലവട്ടം വീഴുമ്പം നടക്കാൻ പഠിക്കും, കരയുമ്പം ചിരിക്കാൻ പഠിക്കും. അതുപോലെ പലപ്പം തോക്കുമ്പോഴാണ് നമുക്ക് നന്മയിലേക്ക് വളരാൻ പറ്റുക. എന്നിട്ട് പറഞ്ഞു, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മുഴുത്ത കല്ല്, ചിലർക്ക് ആ കല്ല് കാണുമ്പോൾ നടപ്പ് നിർത്തും. തടസ്സം വഴിയിലെന്ന് പറയും കല്ലിനെ കാണുമ്പോൾ. ചിലർ ആ കല്ലിൽ ചവിട്ടി അപ്പുറത്തേക്ക് കടന്ന് വളരും. ജീവിതം ഇങ്ങനെയാണ്. ചില പരാജയവും തോൽവിയും വരുമ്പം വഴിയിലെ കല്ല് പോലെ കാണണം, പകച്ചു നിൽക്കല്ല്. അതിൽ ചവിട്ടി അപ്പുറം കടന്ന് വളരാൻ പഠിക്കണം. അങ്ങനെ പഠിക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ വിജയം. ഒരു വലിയ ഉപദേശം. എന്നിട്ടൊരു മോന് നന്നായിട്ട് പള്ളിയിലൊക്കെ വായിക്കുമല്ലോ, അതുകൊണ്ട് പദ്യപാരായണം, കവിത രചന, ഉപന്യാസം, പ്രസംഗം ഇതിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നതാണ് മോന് നല്ലത്. തന്നെയുമല്ല, മോന് രണ്ടിലെയും പാട്ട് കേട്ടിട്ട് സംഗീതം അത്ര ചേർന്നാന്ന് തോന്നുന്നില്ല, പ്രസംഗമായിരിക്കും മെച്ചപ്പെട്ട മേഖല. സമയോചിതമായൊരു തിരുത്തൽ അത് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകിയതായിരുന്നു. അപ്പോൾ ഈ ആവേശത്തിലൊക്കെയാണ് പിന്നീടുള്ള വരവ്. അങ്ങനെ വരുന്ന സമയത്ത് കഥാപ്രസംഗത്തിൽ ഒരുപാട് ശ്രദ്ധിച്ചു.
അന്ന് പേരുകേട്ട കാഥികന്മാരുണ്ടായിരുന്നു. പ്രശസ്തനായ ശാംബശിവൻ, കുണ്ടറ സോമൻ, കോട്ടയം ബാബുരാജ്, വി ഡി രാജപ്പൻ, ഒരുപാട് വലിയ കാഥികർ. അതിരമ്പഴ അപ്പച്ചനെ പോലെ പേരുകേട്ട വയലിൻ വായിക്കുന്നവർ, വയലിനിൽ വർത്തമാനം പറയിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പോലെ പുളിങ്കുന്നാന്റണി, ഒത്തിരി പേര്, പാച്ചാനി, നരിതൂക്കിൽ. കഥാപ്രസംഗം എവിടെയുണ്ടെങ്കിലും ഞാൻ കേൾക്കാൻ പോകുമായിരുന്നു. അവിടെ ഒരു പാഠം ഞാൻ പഠിച്ചു. ഒരു പ്രസംഗം പറയുമ്പോൾ ഇടയ്ക്ക് ഫലിതമാണെങ്കിൽ മണിക്കൂറുകൾ മനുഷ്യനെ നമുക്ക് ചുമ്മാ ഇരുത്താം. ബോറടി പ്രസംഗമല്ലാതെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് മനുഷ്യനെ മണിക്കൂറുകളും ഇരുത്താം. ചിലപ്പോൾ നമുക്കറിയാം പ്രസംഗം നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കാമല്ലോ. ഒരു ചേട്ടൻ രാത്രി 10:30 പള്ളിയിലെ പ്രായമുള്ള വികാരിയസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ഗുളിക 2 എണ്ണം, ഇഞ്ചക്ഷൻ 1 എണ്ണം, എന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാൻ എന്നാ ടെലിഫോണിൽ കൂടെ തലേ കഴിച്ച് പ്രാർത്ഥിക്കണോ? ചേട്ടൻ്റെ മറുപടി, വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച അവനെ പ്രസംഗം ഫോണിൽ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉറങ്ങിക്കോളാം. അപ്പം നമുക്കൊരു സരസമായ ഫലിതമുള്ള എന്തെങ്കിലും ഒരിക്കൽ മനുഷ്യൻ മയക്കത്തിലേക്ക് വരും. 10 അല്ലെ 15 മിനിറ്റ് കഴിയുമ്പം മനുഷ്യന് ബോറടിക്കുമെന്ന് അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ കഥാപ്രസംഗ ശൈലിയിൽ പ്രധാന പ്രസംഗം പറയുമ്പോൾ എന്തെങ്കിലും ഫലിതമുള്ള സംഭവങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു അടിസ്ഥാന പ്രേരണ ലഭിച്ചത് ഈ കഥാപ്രസംഗങ്ങൾ ആസ്വദിച്ചതിൽ നിന്നാണ്. അത് ഒരുപാട് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജീവിതം, ആ ജീവിതം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഒരുപാട് മനസ്സിൽ പതിഞ്ഞു വരുന്ന ഒരു ചിന്ത, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് വളർന്നു വരണം. രാഷ്ട്രീയക്കാരനായിട്ട് മാണിസാറൊക്കെ പറയുമായിരുന്നു, ശരിക്കും ഇതുപോലെ പ്രസംഗിച്ചാൽ മതി, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പാർട്ടിക്കൊക്കെ ഒരു സീറ്റ് വരുമ്പം അവിടെയൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് നല്ല വാക്ചാതുര്യം ഉണ്ടായിരുന്നു. ഞാൻ പൊക്കം കുറവായതുകൊണ്ട് പാർട്ടിക്കാർ ജീപ്പിൻ്റെ മുകളിൽ കയറ്റി നിർത്തി എന്നെക്കൊണ്ട് പ്രസംഗിപ്പിക്കുമായിരുന്നു. ജീപ്പിന് മുകളിൽ കയറ്റി നിർത്തി. അപ്പോൾ അവിടെ ആ ഒരു പ്രസംഗ ശൈലി, ഫലിതം ചേർത്ത് പറയുന്ന ശൈലി, ഇതൊക്കെ അഭ്യസിച്ചത് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലവും നരിയമ്പാറ ദേവസ്വം ബോർഡ് കോളേജിലെ കാലവുമാണ്. അന്ന് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. മിടുക്കരായ ആൺപിള്ളേരും മിടുക്കരായ യുവതികളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രസംഗ പാഠം ഉള്ളതുകൊണ്ട് പെൺകുട്ടികൾക്കും എന്നോട് ഒരു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് തുടരുന്നുണ്ട്. അഡ്വക്കേറ്റ് തോമസ് കാവുങ്കൽ, ഒരു മന്മഥൻ നായർ, ഇരുപ്പക്കാട്ടി ജോർജ്, ദേവസ്യ, ഒത്തിരി കാണാൻ ഒരുപാട് പേരെ സ്നേഹത്തോടെ ഓർക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടും. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സലോമി, ഗീത, മോളിമാരൊക്കെ. എന്നൊക്കെ ഓരോരോ കാലങ്ങളിലേക്ക് അവരൊക്കെ ഞാൻ ഓർത്തു എന്തെങ്കിലും രാഷ്ട്രീയത്തിലോ സമൂഹത്തിലൊക്കെ വലുതായിട്ട് വരില്ല. അവരൊക്കെ കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി ഭംഗിയായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം കോളേജ് പ്രേമങ്ങൾ, അവിടെ നമുക്കറിയാം അന്നൊക്കെ പ്രേമിക്കാൻ പേടിയായിരുന്നു. വീട്ടിൽ നിന്ന് അടി കിട്ടും. ഇന്നത്തെ പോലെ ചാടി പ്രേമിക്കത്തുമില്ല. പെൺപിള്ളേർ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും ഒട്ട് പറയത്തുമില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് കൈരളി ടി വിക്ക് വേണ്ടി JB ജംഗ്ഷൻ എന്ന പരിപാടി നടത്തുമ്പം ബ്രിട്ടാസ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ബ്രിട്ടാസ് ഇടയ്ക്ക് ഇങ്ങനെ വിഷയം മാറ്റും. പെട്ടെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒന്ന് നിൽക്കേ, ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ വെച്ചാൽ അച്ഛൻ കോളേജിൽ പഠിച്ചപ്പോൾ അച്ഛനെ നിശബ്ദമായി പ്രേമിച്ച ഒരു മേരിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോൾ എവിടാ? ആരോ ഫോണിൽ കൂടെ ചോദിക്കുന്നു അച്ഛൻ്റെ പ്രേമത്തെക്കുറിച്ച്. ഞാൻ ചിന്തിച്ചിട്ടുള്ളതല്ല, അത് ബ്രിട്ടാസിന് ഇത് പിടിക്കുകയാണ് നമ്മളെ ഒന്ന് ഇളക്കാനായിട്ട്. അപ്പം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടാസേ, എന്നാ പറയാനാ, അന്ന് അവൾ പറഞ്ഞെങ്കിൽ എനിക്ക് അവൾക്കും ഗുണമുണ്ടായിരുന്നു. ഈ 58-ാം വയസ്സിൽ ഇനി പ്രേമിച്ചിട്ട് എന്നാ കാര്യം? അന്ന് ഞാൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു. ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളും അടുപ്പങ്ങളും ബന്ധങ്ങളും ഒരുപാട് പേര് ശരിക്കും അവിടെ വെച്ച് പ്രേമിച്ചവരുണ്ട്. ആ പ്രേമമൊന്നും കള്ളത്തരമായിരുന്നില്ല. ഇന്നിപ്പം മാറി മാറി ആൾക്കാരെ പ്രേമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ജൂണിൽ A, ജൂലൈയിൽ B, ഓഗസ്റ്റിൽ C, സെപ്റ്റംബറിൽ D, ഒക്ടോബർ ABCD. ഭയങ്കര കൺഫ്യൂഷൻ. ആഴമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത
ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കണ്ടിട്ടുണ്ട്. പലരും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും, പഠിക്കുന്ന കാലത്ത് പ്രേമിക്കുന്നത് പാപമാണോ, അത് തെറ്റാണോ? ഞാൻ പറയും ഒരിക്കലും തെറ്റല്ല. കാരണം കോളേജ് വിദ്യാഭ്യാസത്തിലൂടെ കടന്നു വരുന്ന എനിക്കറിയാം ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതറിയത്തില്ലാത്തവർക്ക് അവരെ ഗൈഡ് ചെയ്യാനും പറ്റുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, പ്രേമത്തിലൊരു തെറ്റുമില്ല, ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുക, പക്ഷെ വഞ്ചിക്കരുത്. ഇപ്പം പഠനമാണ്, പഠനം ഭംഗിയായിട്ട് പഠിക്കുക, സത്യമാണോ വാക്ക് കൊടുക്കുക. സ്വന്തം കാലിൽ നിൽക്കുന്ന കാലത്ത് നിന്നെ ഞാൻ കെട്ടും, അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ്റെ കൂടെ വരും, ആ വാക്കായിരിക്കണം. ചുമ്മാ കളിപ്പിച്ചിട്ട് പോകരുത്. പ്രേമിച്ചാൽ ആത്മാർത്ഥമാകണം. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരിൽ പലരും അവിടെ വെച്ച് സ്നേഹിച്ചവരുണ്ട്. കാരണം ഒന്നാമത് മെയിൻ റോഡിൽ നിന്ന് കയറ്റം കയറി മലമുകളിൽ ചെല്ലണം, കോട മഞ്ഞാണ്, തമ്മിൽ കാണാൻ മേല. ഭക്ഷണം വെച്ചാൽ ചോറ്റുപാത്രത്തിലെ ഭക്ഷണം ഉച്ചയാകുമ്പം മരച്ചിരിക്കും, പിന്നെ അതെടുത്ത് തണുപ്പത്ത് കഴിക്കണം. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുമ്പം ആണും പെണ്ണും കൂടെ കടുത്തിരിക്കും, വർത്തമാനം പറയും. ആ വർത്തമാനം പ്രേമമായും സ്നേഹമായും വളർന്നു. അങ്ങനെ കല്യാണം കഴിച്ച ഒരു 5-6 പേരെങ്കിലും എൻ്റെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരികളെ കല്യാണം കഴിച്ചു, പെൺപിള്ളേർ കൂട്ടുകാരന്മാരെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഭംഗിയായിട്ട് ഇന്നും ജീവിക്കുന്നു. അവരെല്ലാമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, ഒരു നല്ല സൗഹൃദമുണ്ട്. ഇന്ന് ഈ പ്രേമത്തിനൊക്കെ കളിപ്പിയതല്ലേ. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്? കെട്ടിയൻ പറഞ്ഞു, സത്യമായും ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അപ്പോൾ ചോദിച്ചു, ഞാനെങ്ങാനും മരിച്ചാലോ? എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്തൊക്കെ പിടിക്കട്ടെ, വേറെ പെണ്ണു വല്ലതും കെട്ടുമോ? കെട്ടുവിൻ്റെ മറുപടി, എൻ്റെ എടി ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇന്ന് സ്നേഹത്തിന് ഇത്രയുമേ ആഴമുള്ളൂ, ഇത്രയുമേ ആഴമുള്ളൂ. ഒരു ഭാര്യയ്ക്ക് രോഗം ബാധിച്ച് കിടക്കുന്നു, അവൾക്ക് മാരകമായ രോഗം. അങ്ങനെ കിടക്കുന്ന അവൾ കെട്ടിയനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ നീറി ഇരിക്കരുത്, 2 വർഷമായി ഞാൻ ഈ കിടപ്പല്ലേ. എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എൻ്റെ ഈ കമ്മൽ ചേട്ടൻ പുത്തനായിട്ട് കെട്ടുന്ന പെണ്ണിൻ്റെ കാതിലിടണം, ഈ മാല അവിടെ കഴുത്തേലിടണം, ഈ വള അവിടെ ഇടതുകയിലിടണം. പെട്ടെന്ന് അറിയാതെ പറഞ്ഞു, എൻ്റെ ഡേഡി അത് ചേരുമെന്ന് തോന്നുന്നില്ല, അവൾക്ക് നിന്നേക്കാൾ അല്പം വണ്ണം കൂടുതലാടി. ഇന്ന് സ്നേഹമെല്ലാം ഇങ്ങനെയുള്ളൂ. ഒരു ഭാര്യ മരിച്ചു, കെട്ടിയവൻ ഭാര്യയുടെ കല്ലറയുടെ മുകളിലിരുന്നിട്ട് ശക്തമായി വലിയ ഒരു പേപ്പർ കൊണ്ട് വീശുക, എല്ലാ ദിവസവും വീശുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇത്രമാത്രം സ്നേഹിച്ചല്ലേ, മരണശേഷം പോലും അവൾക്ക് ചൂടടിക്കലെന്നോട്ട് ഇങ്ങനെ വീശുന്നത് അത്ഭുതമാണ്, ഇതാദ്യം കാണുക. അവൻ പറഞ്ഞു, സ്നേഹം കൊണ്ടൊന്നുമല്ല, മരിക്കുന്നതിന് മുമ്പ് ഇവള് പറഞ്ഞു, എൻ്റെ ചേട്ടാ എൻ്റെ കല്ലറയുടെ സിമെൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് ചേട്ടൻ കെട്ടരുതെന്നാണ് പറഞ്ഞത്, ഒന്ന് വീശി ഉണക്കിയിട്ട് വേണം എനിക്ക് ആളെ കെട്ടാൻ. ഇന്ന് സ്നേഹമെല്ലാം കാപട്യത്തിന് മുഖമായിട്ട് മാറുമ്പോൾ അന്ന് ഞങ്ങളുടെ കാലത്ത് സ്നേഹിച്ചാൽ അത് സ്നേഹമാണ്. ആ സമയത്ത് പാർട്ടി 2000 പിളരുന്നു. ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായിട്ട് തിരിയുന്ന ഒരവസരം. കോട്ടയം ഓർമ്മയിൽ യമുന ഓഡിറ്റോറിയത്തിലാണെന്ന് തോന്നുന്നു, KSCയുടെ ഇലക്ഷൻ നടക്കുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് അടിച്ചു പിരിയുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത വഴക്ക്, ട്യൂബ്ലൈറ്റ് വരെ ഊരി അടിക്കുന്ന ഒരവസരവും ഒരു വലിയ ബഹളവും.